ഹലോ ഫ്രണ്ട്സേ, അപ്പൊ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടാ. അപ്പൊ ഞാനിപ്പോ ചിക്കൻ ചില്ലി ചിക്കനുള്ള ചിക്കൻ പൊരിച്ചോണ്ടിരിക്കണേ. അപ്പൊ നമ്മള് റൈസൊക്കെ നേരത്തെ വേവിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. നമ്മള് ചിക്കൻ പൊരിച്ചോണ്ടിരിക്കണേ. പിന്നെ കൂട്ടത്തിൽ ഞാൻ ഈ ഫ്രൈഡ് റൈസിനും അതുപോലെ തന്നെ ചില്ലി ചിക്കനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതും കൂടി നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഇതിനുള്ള സാധനങ്ങൾ തന്നെ. ഇത് ക്യാപ്സിക്കം, സവാള, ഇത് നമ്മുടെ സ്പ്രിംഗ് ഓണിയന്റെ ആ താഴത്തെ ഉള്ളിട്ടാ. ഇത് നമ്മുടെ ഫ്രൈഡ് റൈസിന് കുഞ്ഞിതാക്കി വെച്ച ക്യാപ്സിക്കം. നമുക്ക് മുട്ടയുണ്ട്. മുട്ട നമുക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ ഇങ്ങനെ പതുക്കെ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ഈ ചിക്കന് പൊരിച്ചെടുക്കാം. ചിക്കൻ പൊരിച്ചിട്ട് ചീസ് ചിക്കൻ ഉണ്ടാക്കാം. ഓക്കെ, മുട്ട പൊരിക്കാം. രണ്ട് മുട്ട നമുക്ക് പൊരിച്ചെടുക്കാം. ജസ്റ്റ് സ്ക്രാമ്പിൾ ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടി, ഇത് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാവേ. ഫ്രൈഡ് റൈസിന് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് സാധാരണ സൺഫ്ലവർ ഓയിൽ കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഈ സ്പ്രിംഗ് ഓണിയൻ്റെ അടിയിൽ ഉണ്ടാവുന്ന ഉള്ളിയില്ലേ, ആ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഞാൻ അപ്പം അങ്ങനെ അരിഞ്ഞിടും. അരിഞ്ഞൊന്നും വയ്ക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ അരിഞ്ഞിടുക. ചെറിയ വെളുത്തുള്ളി, ഇഞ്ചി വേണമെന്നില്ല കേട്ടോ. സോയാ സോസ്, ഡാർക്ക് സോയ കേട്ടോ. ആവശ്യത്തിന് എല്ലാം കഴിക്കാം. പിന്നെ നമ്മുടെ ടൊമാറ്റോൻ്റെ കെച്ചപ്പ് അതും കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി ഒക്കെ എങ്ങനെയാണ് കൈയളവ് കേട്ടോ. പിന്നെ അരിയിൽ ഉപ്പിട്ടുണ്ട്. ഇതിൽ ഉപ്പോടെ മുറിക്കിട്ടാണ് നമുക്ക് വേവിച്ച് വെച്ചേക്കണം. അരി നമുക്ക് ഉടഞ്ഞു പോകണ്ടേ കൊടുക്കാം. വേവിച്ചരിക്കിട്ട് ഇറക്കി കൊടുക്കാം. അതെ, നമ്മുടെ ചിക്കൻ അല്ല കുറച്ച് മുരിഞ്ഞിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. നമുക്ക് ആദ്യം ഈ അരി ചോറ് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം.
ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിന് നമ്മൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇളക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ സ്ക്രാമ്പിൾ ചെയ്ത മുട്ട അതും കൂടി ഇട്ടിട്ട് നമുക്ക് ജിഞ്ചറിൻ്റെ കഷ്ണം ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഇട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ അടിയിലുള്ള ചെറിയ ഓണിയൻ ചിക്കൻ വറുത്ത എണ്ണയാണ്. ചിക്കൻ വറുത്ത എണ്ണയുടെ ഉണ്ടാക്കാം. ഇതിലേക്ക് നമ്മളെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്സിക്കോ സവാളയും അതും കൂടി ഇടാം. ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വഴലട്ടെ കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് വെക്കാനുള്ള കൂട്ടുണ്ടാക്കാം. ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടി കുറച്ച്, പിന്നെ നോർമൽ മുളക് പൊടി ഇച്ചിരി, കുറച്ച് എരിവ് വേണ്ടിയിട്ട്, പിന്നെ അതിലേക്ക് നമ്മൾ പെപ്പർ പൊടി അത്യാവശ്യത്തിന് വേണം. ഇത് ഡാർക്ക് സോയാ സോസ് കുറച്ച് വയ്ക്കാം. സോസ് ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മുടെ കോൺഫ്ലവർ പൊടി കട്ടില്ലാണ്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടാം. ഈ മിക്സ് നമുക്ക് ജസ്റ്റ് വഴന്നിട്ടുള്ള ഈ സവാളയ്ക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ലാസ്റ്റ് ഇത്തിരി സ്പ്രിംഗ് ഓണിയൻ മാറ്റി വയ്ക്കാട്ടാ. ലാസ്റ്റ് ഇടാൻ സ്വാദിഷ്ടമായ ചില്ലി ചിക്കനും. അപ്പോൾ അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ഡിന്നറിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അതെല്ലാവരും കാണുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക് യു.